ആരാ അത്? ഞാനാ, ഡ്രൈവർ മത്തായി. ബോസിന്റെ ഡ്രൈവറാണമ്മേ. എന്താ മത്തായിച്ച? ഞാൻ വക്കച്ചൻ പറഞ്ഞിട്ട് വന്നതാ. കുഞ്ഞെന്താ ജോലിക്ക് വരാത്തത്? അവൾക്ക് നല്ല സുഖമില്ലായിരുന്നു. ഇനിയിപ്പോ 18-ാം തീയതി അവിടെ കല്യാണ നിശ്ചയമാണ്. അപ്പോ അതും കൂടി കഴിഞ്ഞിട്ട് പോയാ മതിന്ന്. ശ്രീമോൾക്ക് സുഖമാണോ? അതൊന്ന് പറയാൻ വേണ്ടി എന്നെ പറഞ്ഞയച്ചത്. കുഞ്ഞ് ആശുപത്രിയില്ല. അയ്യോ, എന്ത് പറ്റി? വീട്ടിൽ വളർത്തിയിരുന്ന പട്ടി ഒന്ന് കടിച്ചു. എന്നിട്ട്? പട്ടിക്ക് പേ ഉണ്ടായിരുന്ന വിവരം ആരും അറിഞ്ഞില്ല. പട്ടി ചത്തു. മോളെ ഇപ്പൊ ആശുപത്രിയിൽ ഇരുട്ടുമുറിയിൽ കിടത്തിയിരിക്കുക. എന്റെ ഈശ്വര! പൊക്കളും ചുറ്റും കുത്തിവെക്കുക. എന്താ മോളുടെ കരച്ചിൽ? കുട്ടിയുടെ അടുത്ത് നിൽക്കാൻ സ്വന്തക്കാരായിട്ട് ആരെങ്കിലും വേണമെന്ന ഡോക്ടർ പറയുന്നു. മുതലാളിക്ക് സ്വന്തക്കാരായിട്ട് ആരാ ഉള്ളത്? ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? കുറവുണ്ടോ? ഒന്നും പറയാറായിട്ടില്ല. പൊന്നുംപുറം പോലെയുള്ള കുഞ്ഞ് വാടി തളർന്നുപോയി. കുത്തിവെക്കുമ്പോ ആന്റി ആന്റിന്ന് വിളിച്ച കരച്ചിൽ. സ്വന്തക്കാരെങ്കിലും മോളുടെ അടുത്ത് നിർത്തുന്ന ഡോക്ടർ പറഞ്ഞപ്പോൾ കുഞ്ഞിനെ വന്നുകൊണ്ട് വിവരം അറിയിക്കാൻ വക്കച്ചൻ എന്നെ പറഞ്ഞേച്ചതാ. അസൗകര്യമില്ലെങ്കിൽ കുഞ്ഞ് അത്രടം വരെ ഒന്ന് വരുന്നത് നന്നായിരിക്കും. നിങ്ങൾ എന്തായി പറയുന്നത്? പേപ്പട്ടി കടിച്ച് ആശുപത്രി കിടക്കുന്നവരടുത്ത് ആരെങ്കിലും നിൽക്കുമോ? സ്വന്തം മക്കളാണ് അമ്മമാർ നിൽക്കാറില്ലേ? ആ കുട്ടി ഷീലക്കുഞ്ഞിനെ സ്വന്തം അമ്മയെപ്പോലെ കരുതുന്നത്. അടുത്ത ആഴ്ച അവളുടെ കല്യാണ നിശ്ചയാണ്. ഈ സമയത്ത് അവളെ അയക്കുന്നത് അവളെ വിവാഹം കഴിക്കാൻ പോകുന്ന ചെറുക്കന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? കുട്ടിയുടെ സ്ഥിതി അല്പം മോശമാണെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ രാത്രി തന്നെ വന്ന് വിവരം അറിയിച്ചത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഞാൻ ഇറങ്ങുന്നു. മോളെ, ശ്രീമോളെ, ആന്റി വന്നു. എഴുന്നേക്ക് മോളെ. നീ ആ കുട്ടിയുടെ കാര്യം തന്നെ ചിന്തിച്ച് ഉറങ്ങാതിരുന്നിട്ട. അതും ഇതും ആലോചിക്കാതെ നാമം ജപിച്ചു വെച്ച് കിടന്ന് ഉറങ്ങാൻ നോക്ക്. ആ അമ്മേ, നീ ഇതെവിടെ പോകുന്നു? ഞാൻ ശ്രീമോളെ ഒന്ന് കണ്ടിട്ട് വരാം. പേപ്പട്ടി കടിച്ചു കിടക്കുന്ന ആ കുട്ടിയെ പരിഹരിക്കാൻ പോവുകയാണോ? നിനക്കെന്ത് ഭ്രാന്തുണ്ടോ? ആ കുഞ്ഞിന് ഞാനെന്ന് വെച്ച ജീവനാ. അത് ആശുപത്രിയിലാണെന്ന് അറിഞ്ഞിട്ട് പോയില്ലെങ്കിൽ മോശമില്ലേ അമ്മേ? ഒരു മോശമില്ല. സാധാരണ രോഗികളെ കാണാൻ പോകുന്നില്ലെന്നാണ് നിന്റെ വിചാരം? ആ കുട്ടിയുടെ അടുത്ത് നിനക്ക് ചെല്ലാൻ പറ്റുമോ? ദേ, 18-ാം തീയതി കല്യാണ നിശ്ചയാണ്. ഗൗതമൻ എങ്ങാനും അറിഞ്ഞാ ഗൗതമേട്ടന് കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. ഞാൻ ഏതായാലും ഒന്ന് പോയിട്ട് വരാമേ. എനിക്ക് ശ്രീമോളെ കാണാതിരിക്കാൻ വയ്യ. അത്ര നിർബന്ധമാണെങ്കിൽ പോയേച്ചു വാ. ദേ, പിന്നെ ഒരു കാര്യം, ആ കുട്ടിയെ തൊടുകയും പിടിക്കുകയൊന്നും ചെയ്യരുത്. ദൂരെ നിന്ന് കണ്ടേച്ച് നീ എന്നെ ഇനി പോരണം. ദേവി, എന്റെ ശ്രീമോളെ കാത്തു രക്ഷിക്കണേ. ശീലമോള് വന്നോ? വളരെ സന്തോഷം. കുഞ്ഞിനെങ്ങനെ ഇരിക്കുന്നു? ഒന്നും പറയാറായിട്ടില്ല. എവിടെയാ കിടക്കുന്നത്? നേരെ പോയി വലത്തോട്ട് തിരിഞ്ഞു പോയാൽ അവസാനത്തെ വാർഡാ, ഐസൊലേഷൻ വാർഡ്. ഞാൻ കൂടെ വരണോ? വേണ്ട.
ഷീല വിവരം അറിഞ്ഞു വരികയാണോ? അതെ സർ. അസുഖമായതുപോലെ അവൾ ആന്റിയെ മാത്രമാണ് വിളിക്കുന്നത്. ഒരു ശ്രീമോളെ. ശ്രീമോളെ, മോളെ, നിന്റെ ആന്റി വന്നിരിക്കുന്നു. ശ്രീമോളെ. അവളെ തൊടണ്ട. വരൂ. ഞാനും ഡോക്ടറും നഴ്സും അല്ലാതെ ഇതുവരെ മറ്റാരെയും ആ മുറി കയറ്റിയിട്ടില്ല. ആന്റിയെ കാണണമെന്ന് മോൾ എപ്പോഴും പറയുമായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് നിങ്ങളെ ഞാൻ അവളുടെ അടുത്ത് കൊണ്ടുവന്നത്. സർ, എന്റെ ശ്രീമോളെ ഇനി ഞാൻ നോക്കിക്കൊള്ളാം. ഇറ്റ് ഈസ് നോട്ട് അഡ്വൈസബിൾ. എനിക്ക് എന്ത് സംഭവിച്ചാലും ശ്രീമോളെ ഞാൻ ശുശ്രൂഷിച്ചോളാം. I can understand your affection, but സർ പ്ലീസ്. നിങ്ങൾ ഡോക്ടറെ കാണും. അദ്ദേഹം അനുവദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അനുവദിച്ചാൽ ഇറ്റ്സ് ലെഫ്റ്റ് ടു യു. ഒരു സംശയം തോന്നിയതുകൊണ്ടാണ് ഐസൊലേഷൻ വാർഡിൽ അഡ്മിറ്റ് ചെയ്ത് ഇഞ്ചക്ഷൻ കൊടുക്കാൻ തുടങ്ങിയത്. അതൊരു ദൈവാധീനമായി പോയെന്ന് ഇപ്പൊ തോന്നുന്നു. കുഞ്ഞിന്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണ് ഡോക്ടർ? ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇഞ്ചക്ഷൻ തീർന്നു കഴിഞ്ഞ് എന്തെങ്കിലും പറയാൻ നോക്കൂ. ലെറ്റ് us hope for the best. നിങ്ങൾ കുട്ടിയെ പരിചരിക്കാൻ തീരുമാനിച്ച നിലയ്ക്ക് ഒരു ഇഞ്ചക്ഷൻ എടുക്കണം. എടുക്കാം സർ. സിസ്റ്റർ, യെസ് ഡോക്ടർ. give her an antivenin injection. യെസ്, വരൂ. ഇത് 10 മണിക്ക് കളക്ടറേറ്റിൽ കൊണ്ടുപോകണമെന്നാ മുതലാളി പറഞ്ഞത്. താൻ എന്തെങ്കിലും താമസിച്ചത്? ബസ് കിട്ടണ്ടേ? ഇവിടുത്തെ പ്യൂൺ സഞ്ചരിക്കുന്നത് ബെൻസ് വണ്ടിയില്. അപ്പൊ വർക്ക് സൂപ്പർവൈസറായ ഞാൻ ഏത് വണ്ടി സഞ്ചരിക്കണം? നീ ശവവണ്ടിയിൽ സഞ്ചരിച്ചോ? ഇത് പിടിക്ക്, കൊണ്ടുപോക. അല്ല, മുതലാളിയുടെ പട്ടിയെ കുട്ടി കടിച്ചെന്ന് കേട്ടല്ലോ, എന്തായി? താൻ ഏത് കോത്താഴ്ത്തുകാരനാടോ? പട്ടിയെ കുട്ടിയല്ല കടിച്ചത്, കുട്ടിയെ പട്ടിയാണ് കടിച്ചത്. രണ്ടായാലും കടിച്ചല്ലോ, എന്നിട്ടെന്തായി? കർത്താവിന്റെ അനുഗ്രഹം കൊണ്ട ശീല കുഞ്ഞിന് വരാൻ തോന്നിയത്. അവള് വന്ന് രാവും പകലും ശുശ്രൂഷിച്ചുകൊണ്ട് ആ മോള് രക്ഷപ്പെട്ടു. സാറിന് മണിയടിക്കാൻ പറ്റിയ സമയമായിരുന്നു. പക്ഷെ എങ്ങനെയാ വിശ്വസിച്ച് നോക്കുന്നത്? അതെന്താ? കടിച്ചത് പേപ്പട്ടിയല്ലേ. അതുകൊണ്ട് കൊച്ചെന്നെ എങ്ങാൻ പിടിച്ച് കടിച്ചാലോ? ഞാൻ ഒറ്റ പീക്കും. ഷീലേ, ഗൗതമേട്ടൻ മരുന്ന വഴിയാണോ? അതെ, വരൂ. ഞാനൊരു കത്തയച്ചിരുന്നത് കിട്ടിയോ? കിട്ടി. അതുകൊണ്ടാണ് ഞാനിപ്പോ വന്നത്. ശ്രീമോളുടെ ക്രിട്ടിക്കൽ സ്റ്റേജ് കഴിഞ്ഞു. എങ്കിലും ഒരു 10 ദിവസം കൂടെ സൂക്ഷിക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. മറ്റന്നാൾ നമ്മുടെ വിവാഹ നിശ്ചയമാണെന്ന് നിനക്കറിഞ്ഞൂടെ? വിവാഹ നിശ്ചയം 2 ആഴ്ചത്തേക്ക് നീട്ടിവെക്കാൻ ഞാൻ അമ്മയ്ക്കും ഗൗതമേട്ടനും എഴുതിയിരുന്നല്ലോ. എന്താ കാരണം? നിശ്ചയം നീട്ടിവെക്കാൻ നിന്റെ വേണ്ടപ്പെട്ടവരാരെങ്കിലും മരിച്ചോ? ഗൗതമേട്ടൻ എന്താ എങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? വിവാഹ നിശ്ചയവും വിവാഹവും പലപ്പോഴും ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ഉണ്ടാകുന്ന ചടങ്ങുകളാണ്. അത് മാറ്റിവെക്കണമെന്നാണോ നീ പറയുന്നത്? നിനക്കെന്താ, തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? 10 ദിവസം കൂടി കഴിഞ്ഞ ശ്രീമോളെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അവളെ ഈ നിലയിലിട്ടിട്ട് എങ്ങനെയാണ് ഗൗതമേട്ട ഞാൻ വരുന്നത്? അച്ഛനും അമ്മായും നാട്ടിലുള്ളവരെയൊക്കെ ക്ഷണിച്ചിരിക്കുകയാണ്. വരുന്നവരോട് എന്ത് സമാനം പറയണം? വരുന്നവരെല്ലാം നമ്മളെ അറിയാവുന്നവരല്ലേ ഗൗതമേട്ട? ഇന്ന് തന്നെ ചെന്ന് വിവരം പറഞ്ഞാ പോരെ?
ശ്രീമോളെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് അടുത്ത വണ്ടിക്ക് ഞാൻ വന്നേക്കാം. എന്നോട് പിണക്കൊന്നും തോന്നരുത്. ഷിലെ, വിവാഹ നിശ്ചയം മാറ്റിവെക്കണ്ട. ഗൗതമനോടൊപ്പം വീട്ടിലേക്ക് പോയിക്കോളൂ. ഇല്ല സർ, മോളുടെ അസുഖം മാറിയിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ഗൗതം വീട്ടിനോട് ഞാൻ എല്ലാ വിവരവും പറഞ്ഞിട്ടുണ്ട്. ഷീല പോയിക്കോളൂ. മോൾക്കിപ്പം അസുഖം കുറവുണ്ടല്ലോ. മോളെ ഇങ്ങനെ വിട്ടിട്ട് പോകാൻ എന്റെ മനസ്സനുവദിക്കുന്നില്ല. സാർ എന്നെ നിർബന്ധിക്കരുത്. നിങ്ങൾ എന്റെ മകൾക്ക് വേണ്ടി വലിയ ത്യാഗമാണ് ചെയ്യുന്നത്. ആരും ചെയ്യാത്ത ത്യാഗം. എന്റെ ഭഗവതി, ഞാൻ എന്തൊക്കെയാ കേൾക്കുന്നത്? പേ പിടിച്ചിരിക്കുന്ന അവക്കാണോ ആ കുട്ടിക്കാണോ എന്നാ ഇപ്പൊ എന്റെ സംശയം. ഗൗതമ, ആ കുട്ടിയോട് എന്താ അവക്ക് ഇത്ര വലിയ താല്പര്യം? സ്വന്തം ജീവനൊക്കെ വലുതാണോ ആ കുഞ്ഞ്? എനിക്കറിയില്ല മോനെ. അമ്മായി എന്തിനാ അവളെ പോകാൻ അനുവദിച്ചത്? പോകണ്ടെന്ന് ഒരു 100 വട്ടം ഞാൻ പറഞ്ഞതാ. അവള് കേക്കണ്ടേ? അവക്കും എന്തെങ്കിലും സംഭവിച്ചാലോ? വരാൻ പാടില്ലെന്നില്ലല്ലോ. 18-ാം തീയതിയെ കല്യാണ നിശ്ചയം വെച്ചിരിക്കുക. ഏതായാലും ഞാൻ ഇന്ന് എന്നെ പോയി അവളെ വിളിച്ചോണ്ട് വരും. നീ എന്റെ കൂടെ ഒന്ന് വരണം. ഞാൻ വരില്ല. അതെന്താ മോനെ? വരില്ല, അത്ര തന്നെ. എനിക്ക് പട്ടണത്തിൽ ഒരു പരിചയമില്ല, അതുകൊണ്ടാ മോനെ. അമ്മായി അവിടം വരെ പോയി എന്തിനാ ബുദ്ധിമുട്ടുന്നത്? അസുഖം ചികിത്സയൊക്കെ കഴിഞ്ഞ് അവക്ക് സൗകര്യമുള്ളപ്പോ വരട്ടെ. പെർഫെക്റ്റ്ലി ഓൾറൈറ്റ്. നിങ്ങൾക്ക് നാളെ പോവാം. താങ്ക് യു ഡോക്ടർ. എന്റെ പാറക്കുട്ടി, അപ്പ് എന്ന് ശബ്ദം കേട്ടാലുടൻ വലത് കൈ പൊക്കണം, സ്വിച്ചിൽ കൈയമർത്തണം. എന്താ നിനക്ക് ചാകാൻ ഇഷ്ടമാണോ? നിങ്ങൾ എന്തായി പറയുന്നത്? ഇടയിൽ നിനക്ക് കുറച്ച് ചാകാൻ ഇഷ്ടമാണോ എന്ന്? എനിക്ക് വയ്യ. എന്നാ ഒലക്കഞ്ഞെടുത്ത് എന്തിനാളിയാ? എന്നെ കാച്ചാനാണോ? തന്നെ കാച്ചാനല്ല, തന്നെ പട്ടിയെ കാച്ചാൻ. അതെന്തിനാ? മുതലാളിയുടെ മകളെ വീട്ടിൽ വളർത്തുന്ന പോമറേനിയും പട്ടി ഒന്ന് കടിച്ചു. കൊച്ചിപ്പോ ആശുപത്രിയില. അയ്യോ, അതെന്താ പറ്റി? പട്ടി വിഷം കൊച്ചിന്റെ പൊക്കിളിന് ചുറ്റും കുത്തിവെക്കുക. പേ ഇളകില്ലേ, രക്ഷപ്പെട്ടു. അതിന് എന്റെ പട്ടി കുഴപ്പമൊന്നുമില്ല അളിയ. എന്നായാ പറഞ്ഞേ? അളിയൻ ഈ പട്ടി കടിച്ചിട്ടുണ്ടോ? ഇല്ല. മാന്തിയിട്ടുണ്ടോ? ഇല്ല. നക്കിയിട്ടുണ്ടോ? പിന്നെ വീട്ടിൽ വളർന്നു നക്കായിരിക്കും. മതി, പേപ്പട്ടിയെ നക്കത്തുള്ളൂ. ആ തുപ്പല് ശരീരത്തിൽ തൊട്ടാ മതി, വിഷം കയറും. 1 മണിക്കൂറിനുള്ളിൽ വൈ വൈ കൊരയ്ക്കും. നേരാണോ അളിയ? അല്ല, മോരാ. അളിയാ, ഞങ്ങൾക്ക് പേടിയുണ്ട്. അളിയൻ ഈ പട്ടിയെ കൊണ്ട് സ്ഥലം വിട്ടില്ലെങ്കിൽ ഞങ്ങൾ പോയേക്കാം. ഇടേ, അകത്തുള്ളെല്ലാം കെട്ടിപ്പുറി കിടക്ക്. ഞങ്ങൾ പോട്ടെ. ഇയാള് കുറച്ച് ആവ് മരിക്കുക എന്ത് വേണം ചെയ്യട്ടെ. പോ, അവിടെ പോ. എനിക്ക് പോയുണ്ടോ? പട്ടിയുടെ കൊര പോലെ തന്നെ ഇരിക്കുന്നല്ലോ. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നടി? ഇത് പേ തന്നെ. കയറെടുത്തുണ്ടോ? നമുക്ക് തെങ്ങയെ പിടിച്ചു കേട്ടാം. കല്യാണമേ, വാ മോളെ. അതൊക്കെ എടുത്തോളൂ.
അനങ്ങാതെ കിടക്കണം കേട്ടോ. കല്യാണമേ, കുഞ്ഞിന് കുടിക്കാൻ പാല് കൊടുക്കാമല്ലോ. പിന്നെന്താ? നമ്മുടെ നായ്ക്കുട്ടി എന്തേ? അത് ചത്തുപോയി മോളെ. പാവം, അതറിഞ്ഞുകൊണ്ടല്ലല്ലോ എന്നെ കടിച്ചത്. ഡാഡി, ആന്റി വന്നില്ലെങ്കിൽ ഞാനും നായ്ക്കുട്ടിയെ പോലെ ചത്തുപോകുമായിരുന്നല്ലോ. ആന്റി എന്നെ മമ്മിയെ പോലെയാ നോക്കിയത്. ഞാൻ ആന്റിയും മമ്മിയും വിളിച്ചോട്ടെ?